നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെ മുമ്പിൽ ദൈവവചനമായി വരാൻ കർത്താവ് തന്ന അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഇന്നലെ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെട്ടു. ഞങ്ങളുടെ വചനം എൻലൈറ്റൻ ചെയ്യട്ടെ. ഞങ്ങളുടെ വചനം ഹൃദയങ്ങളെ തുറക്കട്ടെ. ഞങ്ങളുടെ വചനം വിശ്വാസവും വെളിപ്പാടുമായി മാറട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ട വചനം തന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്ന എല്ലാം നസ്രായ യേശുക്രിസ്തുവിനാൽ തന്നെ ആമേൻ. പിന്നെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളൊരു ചിന്തയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം അത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോഴേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന നെഹമ്യാ ഒരു പ്രവാചകനായിരുന്നു. നെഹമ്യാ യെരൂശലേമിൻ്റെ മതിലുകളെ, ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിയാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചു. സൻബലത്തും തോബിയ അതിനെ എതിർത്ത് നിന്നു. പക്ഷേ നെഹമ്യാവ് അവിടെ ധൈര്യപ്പെടുത്തി എല്ലാവരെയും യഹൂദരെ കൊണ്ട് മതിൽ പണിതു. അതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാം. അതാണ് ടിപ്പിക്കലി നമ്മുടെ മനസ്സിലുള്ള ഐഡിയ. അവസാനം നെഹമ്യാ യഹൂദ ജനത്തെ അവർ തെറ്റിപ്പോയ കൽപ്പന പ്രമാണിക്കുന്നത് തെറ്റിപ്പോയെന്ന് തിരിച്ചുകൊണ്ട്. അപ്പം ഇതിന് മുമ്പായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന് ചിന്ത ചെയ്തായിരുന്നു, നെഹമ്യാ ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ഈ അടിമയായിട്ട് ഇസ്രായേലിന് കൊണ്ടുപോയി പുള്ളി ഉള്ള എംപയറിൽ പുള്ളി നിന്ന ആളാണ്. പിന്നെ പുള്ളി യെരൂശലേമിനെ മതിൽ തിരിച്ച് പണിയാനായി വന്നതാണ്. പക്ഷെ അതിനുപരിയായിട്ട് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്, നെഹമ്യാ ആരാണ്? നെഹമ്യാവിനെ പറ്റി നമുക്ക് എന്തറിയാം? നമ്മളൊരു പുസ്തകം എഴുതിയത് വായിക്കും. പലപ്പോഴും അനേകരും അങ്ങനെയാണ്. നമ്മളൊരു പുസ്തകം നോക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് മാത്രമല്ല നോക്കുന്നത്, എഴുതിയ ആരാണെന്ന് നോക്കും. ഇപ്പം ഞാൻ മാത്തമാറ്റിക്സിൻ്റെ ഒരു പുസ്തകം വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ ആലോചിക്കുകയാണെങ്കിൽ, അതിൻ്റെ ടോപ്പിക്ക് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഒരു കാൽക്കുലസിൻ്റെ ബുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാൽക്കുലസിൻ്റെ ബുക്കാണെന്ന് മാത്രമല്ല നോക്കുന്നത്, എഴുതിയ ആളെ നോക്കും. അയാൾ എവിടുന്ന് പഠിച്ചു, അയാളുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അയാൾ എന്തൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ബുക്ക് വാങ്ങിക്കണോ വേണ്ടെന്നുള്ള ചിന്ത പലപ്പോഴും എഴുതിയ ആളുടെ ക്രെഡൻഷ്യൽസ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം ധ്യാനിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എൻ്റെ ഉള്ളിൽ വന്ന, നെഹമ്യാ ആരാണ്? നമുക്കറിയാം, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അറ്റ്ലീസ്റ്റ് ലോകപ്രകാരം അദ്ദേഹം ആരായിരുന്നു? നെഹമ്യാവിൻ്റെ പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെ പറ്റി ആദ്യത്തെ വാക്യം പറയുന്നത് ഇന്നാളുടെ മകനാണെന്ന് പറയുന്നു. ലോകപ്രകാരം, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നെഹമ്യാ ആരായിരുന്നു? നമുക്കറിയാം, ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ അടുത്ത ഒരു അഡ്വൈസറായിരുന്നു. ശദ്രക്, മേശക്, അബേദ്നേഗോ അതുപോലെ അഡ്വൈസേഴ്സായിട്ട് വന്നു. അതുപോലെ നെഹമ്യാ ആരാണ്? ലോകപ്രകാരം അദ്ദേഹം ആരായിരുന്നു എന്നൊരു ചിന്ത നമുക്ക് നോക്കാം. 1-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ആദ്യം പറയുന്നു, ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു. രാജാവിൻ്റെ പാനപാത്ര വാഹകനായിരുന്നു. ഇൻഫാക്ട് 1-ാം അധ്യായത്തിൽ എവിടെ പറയുന്നത്, സൂസ എന്ന നഗരത്തിലെ ആണ് അദ്ദേഹം രാജാവിൻ്റെ പാനപാത്രനായിരുന്നു. ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പം അന്നത്തെ ഒരു എംപയറിൻ്റെ ഒരു ക്യാപിറ്റൽ പോലത്തെ ഇന്നത്തെ ഇറാനിലെ ഒരു സിറ്റിയാണ് സൂസ. അവിടെ വെച്ച് അദ്ദേഹം രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. ഈ പാനപാത്രവാഹകൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു പക്ഷേ പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല. നമുക്ക് അതിൽ ഇംഗ്ലീഷ് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. കപ്പ് ബെയറർ ടു ദ കിങ്. കപ്പ് ബെയറർ ടു ദ കിങ്. കപ്പ് ബെയറർ ആരാണ്? ഞാൻ പണ്ടൊക്കെ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തൊരു സെർവൻ്റ് പോലാണ്. മറ്റേ ഈ കപ്പെടുത്ത് കൊടുക്കുന്ന അങ്ങനെ ഒരു കിങ്ങിൻ്റെ സെർവൻ്റ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്.
പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പോൾ മനസ്സിലായി അന്നത്തെ കാലത്തെ കപ്പേർ ഒരു ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനായിരുന്നു. രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുമല്ല, രാജാവ് ഭക്ഷണം കഴിക്കുക കുടിക്കുമ്പോൾ ആദ്യം ഈ കപ്പേർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് രാജാവിന് കൊടുക്കത്തുള്ളൂ. വേറെ ഭാഷ പറഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത് നിന്ന ഒരു ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനായിരുന്നു ഈ കപ്പ് ബെയറർ അഥവാ പാനപാത്രം വാഹകൻ. ചുമ്മാ എന്തെങ്കിലും രാജാവിൻ്റെ സെർവൻ്റായിട്ടുള്ള പൊസിഷനല്ല, രാജാവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനായിരുന്നു ഈ കപ്പ് ബെയറർ അഥവാ പാനപാത്രവാഹകൻ. നെഹമ്യാവ് പാനപാത്രവാഹകനായിരുന്നു. ഇത്രയും നമ്മൾ കണ്ടു. ഇതിൽ കൂടുതൽ നെഹമ്യാവിൻ്റെ ലോകപ്രകാരമുള്ള പൊസിഷനെ പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? 2 നെഹമ്യാവ് 2-ാം അധ്യായം 6-ാം വാക്യത്തിലോട്ട് നമുക്ക് പോകാം. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. അപ്പോൾ എൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ രാജാവിനോട് നെഹമ്യാവ് പറയുവാണ്, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞ് കിടക്കുവാണ്, എനിക്ക് തിരികെ പോകണം. അപ്പോൾ രാജാവ് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എത്ര നാൾ നിനക്ക് വേണം? നീ എപ്പോൾ മടങ്ങി വരും? അതിന് നെഹമ്യാവ് ഒരു അവധിയുടെ സമയം കൊടുത്തപ്പോഴാണ് രാജാവ് അത് അനുവദിച്ചത്. വേറൊരു ഭാഷ പറഞ്ഞാൽ രാജാവിന് പുള്ളിയെ വിടാൻ താല്പര്യമില്ലായിരുന്നു. രാജാവിന് അത്ര വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു പുള്ളിയെ. യെരുശലേമിൽ മതിൽ പണിയാൻ തന്നെ എപ്പം മടങ്ങി വരും ഒരു അവധി സമയം കൊടുത്തിട്ടാണ് നെഹമ്യാവിനെ രാജാവ് അങ്ങോട്ട് വിട്ടത്. വേറൊരു ഭാഷ പറഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത ഹൈലി റാങ്ക് ഓഫീസിലെ പാനപാത്രവാഹകനായിരുന്ന അദ്ദേഹം രാജാവിൻ്റെ അത്ര വിശ്വസ്തനായിരുന്നു. രാജാവിന് പുള്ളിയെ ഇത് യെരുശലേമിലോട്ട് വിടാൻ താല്പര്യമില്ലായിരുന്നു. അത്ര വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. അന്നത്തെ മൊണാർച്ചി സിസ്റ്റത്തിൽ രാജാവിന് വളരെയധികം പവറുള്ള സമയത്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനും വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിരുന്നു. ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ റെസ്പെക്റ്റബിൾ പൊസിഷൻ. ഞാൻ വിചാരിക്കാം നല്ല ശമ്പളവും ഇന്നത്തെ ഭാഷത്തിൽ ബെനിഫിറ്റ്സും ഒക്കെ കിട്ടുന്ന രാജാവിന് വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. ഇത് പുള്ളിയുടെ ഈ ലോകപ്രകാരമുള്ള പൊസിഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കും. 2-ാം അധ്യായം തന്നെ 9-ാം വാക്യം. അങ്ങനെ ഞാൻ നദിക്കക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ എന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോട് കൂടെ അയച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം യെരുശലേമിലോട്ട് പോകുന്ന കോണ്ടെക്സ്റ്റാണ്. അന്നേരം രാജാവ് എന്തുവാണ് ചെയ്തത്? അവിടുത്തെ ദേശാധിപതിമാർക്കെല്ലാം ഉള്ള ലെറ്റർ രാജാവ് കൊടുത്തു. അതുമാത്രമല്ല, പടനായകന്മാരെയും കുതിരച്ചേവകരെയും നെഹമ്യാവിനോട് കൂടെ അയച്ചു. ഓ പ്രൈസ് ഹല്ലേലൂയ. അപ്പം ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ്റെ ഇൻഫ്ലുവൻസും പവറും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പോകുമ്പോൾ രാജാവ് കൂടെ പടനായകന്മാരെയും കുതിരച്ചേവകരെയും അയക്കുന്ന ഒരു സ്ഥിതിയാണ്. അത്രയും വലിയൊരു ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനായിരുന്നു നെഹമ്യാവ്. ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ. രാജാവിന് അത്ര വേണ്ടപ്പെട്ട വ്യക്തി. അദ്ദേഹം പോകുമ്പോൾ രാജാവ് കൂടെ പടനായകന്മാരെയും കുതിരച്ചേവകരെയും അയക്കത്തക്ക ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, വെറും ഒരു അടിമയായിട്ട് വന്ന് ഒരു വിദേശത്ത് എങ്ങനെയെങ്കിലും പ്രവാസിയായിട്ട് കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് അല്ലായിരുന്നു നെഹമ്യാവ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് എങ്ങനെയെങ്കിലും വിദേശത്ത് നിൽക്കാൻ മനുഷ്യൻ നോക്കുന്നു.
ജോലി കിട്ടി എങ്ങനെയെങ്കിലും വേറെ ജോലി കിട്ടി എങ്ങനെയെങ്കിലും തിരിച്ചു വരാതിരിക്കാൻ മനുഷ്യൻ നോക്കുന്ന നമ്മൾ സാധാരണ അത്തരം ഒരു വ്യക്തി അല്ലായിരുന്നു നെഹമ്യാവ്. ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ, രാജാവിന് വളരെ വേണ്ടപ്പെട്ട വ്യക്തി. അദ്ദേഹം ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ രാജാവ് അകമ്പടിയായിട്ട് പടനായകന്മാരെയും കുതിരച്ചേവകരെയും വിടത്തക്ക രീതിയിലുള്ള ഒരു ഹൈലി ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യലായിരുന്നു നെഹമ്യാവ്. സാധാ പൊസിഷനിലല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിദേശത്ത് ഹൈലി റാങ്ക്ഡ് ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് ആ ദേശത്തെ രാജാവിന് അത്ര വേണ്ടപ്പെട്ട വ്യക്തി. അദ്ദേഹം ഒന്ന് പോയ പടനായകന്മാരെ കുതിരച്ചേവരെ അകമ്പടിയായിട്ട് വിടത്തക്ക രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് പൊസിഷനുള്ള വ്യക്തിയായിരുന്നു നെഹമ്യാവ്. ഇൻഫാക്ട് എനിക്കിത് അറിയില്ലായിരുന്നു. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോഴേ എനിക്ക് ഇത്രയും മനസ്സിലായി. ഞാൻ അദ്ദേഹം ഒരു പ്രവാചകനാണെന്നുള്ള രീതിയിൽ മാത്രമേ, ലോകപ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ഹൈലി റാങ്ക്ഡ് രാജാവിന് വേണ്ടപ്പെട്ട വ്യക്തി ഇങ്ങോട്ട് പുറത്തുപോയ അകമ്പടി നായകന്മാരെയും പടനായകന്മാരെയും കുതിരച്ചേവരെയും രാജാവ് അയത്തക്ക രീതിയിൽ അയക്കാൻ തക്കവണ്ണ ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തി. വേറൊരു ഭാഷ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രോസ്പർ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി സങ്കടപ്പെടാൻ ലോകപ്രകാരം ഒന്നും ഉണ്ടായിരുന്നു തോന്നുന്നില്ല. അതുപോലെ ഒരു ഹൈലി റാങ്ക്ഡ് ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽ, രാജ്യത്ത് അത്രയും പവറും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. അപ്പം ഈ സന്ദർഭത്തിൽ നമുക്ക് നോക്കാം, അദ്ദേഹത്തിനോട് കൂട്ടു സഹോദര യഹൂദന്മാരും എന്ന് പറയുവാണ്. അന്നേരം അത് നമുക്ക് നോക്കാം. 1-ാം അധ്യായം 3-ാം വാക്യം. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയി ശേഷിപ്പ് അവിടെ ഒന്നാം അധ്യായം നമുക്ക് 2-3 വാക്യങ്ങൾ നോക്കാം. പിന്നെ നെഹമ്യാവ് എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവർ എന്നോട്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. പ്രവാസം തിരിച്ചുപോയ യഹൂദന്മാർ അപ്പം നെഹമ്യാവരോട് ചോദിക്കുകയാണ് അവരെങ്ങനെ ഇരിക്കുന്നു. അവർ ക്ലിയറായിട്ട് പറയുന്നു, തെറ്റി ഒഴിഞ്ഞു മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാവനയെ ചിന്തിക്കുകയായിരുന്നു. നെഹമ്യാവിന് എങ്ങനെ പ്രതികരിക്കാമായിരുന്നു? എൻ്റെ ഭാവനയിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നെഹമ്യാവ് ഒരുപക്ഷെ ഇങ്ങനെ അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു. ഇത് യഹൂദന്മാരിങ്ങനെ പറഞ്ഞപ്പോൾ നെഹമ്യാവിന് ഇങ്ങനെ പ്രതികരിക്കാമായിരുന്നു. ഓ കർത്താവേ, ഇത്രയധികം കഷ്ടതയുടെ സമയത്തിൽ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് മാനിച്ചതിനായി സ്തോത്രം. ഈ യഹൂദന്മാർ തിരിച്ചുപോയൊരു മഹാകഷ്ടത്തിലും യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടന്നു. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് എന്നെ ഈ വിദേശത്ത് മാനിച്ച് നല്ല ജോലിയും പവറും ഇൻഫ്ലുവൻസുള്ള പൊസിഷൻ തന്നതിനായി സ്തോത്രം. ആ തിരിച്ചുപോയ യഹൂദന്മാർ ഒരുപക്ഷെ അവർ ദൈവസന്നിധി ശരിയായിട്ട് നിന്ന് കാണത്തില്ല. അവർ നേരെ കൽപ്പനകൾ പ്രമാണിച്ച് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ വന്നത്. പക്ഷെ ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിച്ചു,
ഞാൻ അങ്ങയുടെ പാതയിൽ നടന്നു അങ്ങനെ അനുഗ്രഹിച്ച് മാനിച്ച് ഈ വിദേശത്ത് രാജാവിൻ്റെ വേണ്ടപ്പെട്ട വ്യക്തിയും പവറും ഇൻഫ്ലുവൻസുള്ള പൊസിഷൻ തന്നതിനായി സ്തോത്രം. ഈ കഷ്ടത ജെറുസലേമിൽ ഇത്രയും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എന്നെ ഏറ്റവും സേഫും സെക്യൂറുമായിട്ട് സ്ഥലത്ത് അനുഗ്രഹിച്ച് മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നെഹമ്യാവിന് ഇങ്ങനെ ഈസിയായിട്ട് പ്രതികരിക്കാമായിരുന്നു. ഞാൻ പറയട്ടെ, നെഹമ്യാവിനെ കർത്താവ് മാനിച്ചതായിരിക്കാം, അതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ നെഹമ്യാവിനെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ ബൈബിളിൽ എല്ലാവരെ പറ്റിയും ഗുണവും ദോഷവും പറയുന്നുണ്ട്. ദാവീദാകട്ടെ, മോശയാകട്ടെ, നോഹയാകട്ടെ. പക്ഷെ നമ്മൾ ബൈബിൾ പരിശോധിച്ച് നെഹമ്യാവിനെ പറ്റി ഒരു കുറവ് പറയുന്നില്ല. ഡെഫിനറ്റ്ലി അദ്ദേഹം കൽപ്പനകളെ അനുസരിച്ച് വന്നപ്പോൾ കർത്താവ് മാനിച്ചതായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഈസിയായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്യാമായിരുന്നു. കർത്താവെ, ഈ തിരിച്ചുപോയ യഹൂദർ ഇത്ര കഷ്ടത്തിലായ സമയത്തും അങ്ങനെ സേഫും സെക്യൂറുമായിട്ട് സ്ഥലത്താക്കി മാനിച്ച് ഉയർത്തി രാജാവിന് വേണ്ടപ്പെട്ടവനായി നിർത്തിയിരിക്കാൻ സ്തോത്രം. തിരിച്ചുപോയ യഹൂദർ കഷ്ടത്തിൻ്റെ ഇതിലായിരിക്കുന്നു. അവരുടെ കുറവായിരിക്കാം, അവർ നേരെ കൽപ്പന അനുസരിച്ച് കാണത്തില്ല, അവർ ബുദ്ധിയോടെ നടന്ന് കാണത്തില്ല, അതായിരിക്കും അവർക്ക് ഈ കഷ്ടത. പക്ഷെ ഞാൻ കൽപ്പന അനുസരിച്ചു, ഞാൻ അങ്ങയുടെ പാതയിൽ നടന്നു, അങ്ങനെ മാനിച്ച് ഉയർത്തി. ഈ കഷ്ടത സമയത്ത് പ്രശ്നമുള്ള യെരുശലേമിലല്ല, നല്ല സേഫും സെക്യൂറായ സൂസയിൽ നിർത്തി രാജാവിൻ്റെ വേണ്ടപ്പെട്ടവനായിട്ട് നല്ല പൊസിഷൻ നിർത്തിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ ഈസിയായിട്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലരും അങ്ങനെ പ്രതികരിച്ചാൽ, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രതികരണം എങ്ങനെയായിരുന്നു? 1-ാം അധ്യായം 4-ാം വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, പ്രൈസ് ദി ലോർഡ്, കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്നാൽ, എത്ര ഭയങ്കരമായൊരു പ്രതികരണം. നെഹമ്യാവേ, താങ്കൾക്ക് എന്ത് പ്രശ്നം? താങ്കൾ സൂസയിൽ സേഫും സെക്യൂറുമായിട്ട് രാജാവിൻ്റെ വേണ്ടപ്പെട്ടവനായി നിൽക്കുകയല്ലേ, താങ്കൾക്ക് എന്ത് പ്രശ്നം എന്ന് ചോദിക്കാം. പക്ഷെ നെഹമ്യാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇത് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാ? നെഹമ്യാവ് തീർച്ചയായും സേഫും സെക്യൂറുമായ സൂസയിൽ സമൃദ്ധിയോടെ പ്രോസ്പറിയും സമയമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവജനത്തിനോടും ദൈവത്തിൻ്റെ നഗരത്തോടുമായിരുന്നു. അദ്ദേഹം ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ വളരെ പവർ ഇൻഫ്ലുവൻസ് ഉള്ള പൊസിഷനിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവജനത്തോടും ദൈവത്തിൻ്റെ നഗരത്തോടും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം കൂടുതൽ ശമ്പളം കിട്ടാനോ കൂടുതൽ പവർ കിട്ടാനോ അടുത്ത രാജാവാകാൻ വേണ്ടിയോ അല്ല അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയോ ദുഃഖിച്ച് കരയുകയോ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വെന്തു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവജനത്തോടും ദൈവത്തിൻ്റെ നഗരത്തോടുമായിരുന്നു. നമ്മുടെ ഹൃദയം കർത്താവിനോടും അവൻ്റെ സഭയോടുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമുക്കും ഈസിയായി പറയാം, കർത്താവിനെ അനുഗ്രഹിച്ച് മാനിച്ചു, എന്നെ വിദേശത്താക്കി, എന്നെ ഇതൊക്കെ ചെയ്തു, നല്ല കാര്യം, കർത്താവ് മാനിച്ചതായിരിക്കും, സ്തോത്രം. പക്ഷെ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും വേകുന്നുണ്ടോ?
നമുക്കങ്ങനെ പറയാമെങ്കിൽ ഒരു 100 ഇരട്ടി നെഹമ്യാവിന് പറയാം. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം നമ്മൾ വളരെ പവർ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവജനത്തിനോടും ആ ദൈവത്തിൻ്റെ നഗരത്തിനോടും വേകുകയായിരുന്നു. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും വേകുന്നുണ്ട്. എത്രത്തോളം ആൾക്കാർ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു, എത്രത്തോളം ആൾക്കാർ ദൈവസഭയിലോട്ട് കടന്നു വരാനുണ്ട്. അതുമാത്രമല്ല, ദൈവസഭ എത്രത്തോളം ഇനിയും ശക്തിപ്പെട്ട് ദൈവശക്തി എത്രത്തോളം വ്യാപിക്കാനുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ പെന്തിക്കോസ്തുണ്ട് ആദ്യകാലങ്ങളിൽ പ്രവചനങ്ങളാലും രോഗസൗഖ്യങ്ങളാലും അന്യഭാഷയുടെ ഇൻ്റർപ്രിട്ടേഷനാലും സഭ സമൃദ്ധിയായിരുന്നു. ആ ലെവലിലോട്ട്, ആ ദൈവശക്തിയുടെ വ്യാപാരത്തിലോട്ട് എത്രത്തോളം ഇനി ദൈവസഭ ഉയരുവാനുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആ ഭാരമുണ്ടോ? നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വേഗുന്നുണ്ടോ? നമുക്ക് നെഹമ്യാവിനെ പോലെ ഈ സ്റ്റേറ്റ് പറയാം, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് മാനിച്ച് പ്രശ്നത്തിൻ്റെ നടുവിൽ എന്നെ അനുഗ്രഹിച്ച് എല്ലാവരും വിദേശത്താക്കിയാൽ കർത്താവ് അനുഗ്രഹിച്ചതായിരിക്കാം, മാനിച്ചതായിരിക്കാം, സ്തോത്രം പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞ് മാത്രം ഇരിക്കണേ, നെഹമ്യാവിനെ 100 ഇരട്ടി ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ച്? ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തും. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി അവൻ്റെ സഭയ്ക്ക് വേണ്ടി വേകുന്നുണ്ടോ? എത്രത്തോളം ദൈവസഭ ഇനി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാനുണ്ട്. എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ എത്രത്തോളം ഇനി കൂടുതൽ നമ്മുടെ സഭയിൽ മാനിഫെസ്റ്റേഷൻ വരാനുണ്ട്. ഹൃദയം അതിനു വേണ്ടി വേകുന്നു. അതോ നമ്മുടെ ഹൃദയം സ്വന്തം കാര്യത്തിൽ മാത്രം ഇരുന്ന് എന്നെ സേഫാക്കി എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞ് സ്തോത്രം പറയാനും മാത്രമായി പോയോ? ഞാൻ പറയട്ടെ, നെഹമ്യാവ് മാത്രമേ ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഭാവനയിൽ പ്രതികരിച്ച ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മുടെ കയ്യിൽ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർന്നാണ്. പക്ഷെ നെഹമ്യാവിൻ്റെ ഹൃദയം വെന്തു. ദൈവജനത്തിനും ദൈവത്തിനും നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി അവൻ്റെ സഭയ്ക്ക് വേണ്ടി വേകുന്നുണ്ട്. അതോ നമ്മുടെ ഹൃദയം സ്വന്തം കാര്യത്തിൽ എൻ്റെ കാര്യം സേഫായി, എൻ്റെ കാര്യം കർത്താവിന് വേച്ചു, ഞാൻ കൽപ്പന എടുത്ത് മാനിച്ചു, ബാക്കിയുള്ള ആരും എനിക്കറിയാം, സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന സ്വസ്നേഹികളായി പോയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാവ് സ്വസ്നേഹിയാൽ ഈ പുസ്തകം കാണത്തില്ല, എഴുതേണ്ട ആവശ്യം കാണാം. അദ്ദേഹം പെർഫെക്റ്റ്ലി സേഫ് സെക്യൂർ പ്ലേസാണ്. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി അവൻ്റെ സഭയ്ക്ക് വേണ്ടി വേകുന്നു. അതോ വെറും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വസ്നേഹികളായി ഞാൻ മാറിയോ? നെഹമ്യാവ് സ്വസ്നേഹിയായിരുന്നെങ്കിൽ ഈ പുസ്തകം കാണത്തില്ല, ഒന്നും കാണത്തില്ല, ഈ മെസ്സേജും കാണത്തില്ലായിരുന്നു. യെരൂശലേമിൻ്റെ മതിൽ പിന്നെ പണിയാൻ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിക്കത്തുമില്ലായിരുന്നു. പക്ഷെ നെഹമ്യാവിൻ്റെ ഹൃദയം വെന്തു. ദൈവത്തിന് വേണ്ടി അവൻ്റെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം വേകുന്നു. അതോ നാം സ്വസ്നേഹികളായി മാറിപ്പോയി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വസ്നേഹിയായ വിശ്വാസിയായി നാം മാറിപ്പോയി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അന്ന് തൊട്ടേ ഉള്ള പ്രശ്നമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം. കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായ എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമല്ലേ അത്ര എല്ലാവരും നോക്കുന്നു. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാരെ പറ്റിയാണ് പറയുന്നത്.
ഒരു സഭയിലെ സാധാരണ വിശ്വാസിയെ പറ്റി അല്ല പറയുന്നത്. ലോകത്തിൽ ഏറ്റവും ഉപയോഗപ്പെട്ട വ്യക്തിയായ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചവരെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ വിചാരിക്കാൻ ഒരുപക്ഷെ ഈ ശുശ്രൂഷകന്മാരിൽ കൂടെ കർത്താവ് വലിയ ദൈവപ്രവൃത്തി ചെയ്ത് കാണും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരുടെ ശുശ്രൂഷ കർത്താവിൻ്റെ സാന്നിധ്യം വന്നു കാണും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇതേ പറയുന്നുള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുക. ഓ പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന് അങ്ങനെ ഈസി ആയിട്ട് നോക്കാമായിരുന്നു. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കർത്താവെ അങ്ങനെ അനുഗ്രഹിച്ചു, ഈ സമയത്ത് അങ്ങനെ അനുഗ്രഹിച്ചു. യെരൂശലേം കഷ്ടപ്പെടുന്നവർ അവരുടെ കുഴപ്പമായിരിക്കും, അത് അങ്ങനെ അനുഗ്രഹിച്ചു മാനിച്ചു അല്ലെ ഈസി ആയിട്ട് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേണ്ടു ദൈവജനത്തിന് വേണ്ടി, ദൈവ നഗരത്തിന് വേണ്ടി. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും വേകുന്നു. അതോ നാം വെറും സ്വസ്നേഹികളായി മാറിയിട്ടുണ്ട്? പൗലോസ് അപ്പോസ്തലന്റെ കാലം തൊട്ട് ഈ പ്രശ്നമുണ്ടെന്ന് പറയും. നാം വെറും സ്വന്തം കാര്യം നോക്കുന്ന സ്വസ്നേഹികളായി മാറിയിട്ടുണ്ടോ? അതോ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി അവൻ്റെ സഭയ്ക്ക് വേണ്ടി വേകുന്നു? പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കാം. 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അതിനവർ എന്നോട്, പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞ് ശേഷിപ്പ് അവിടെ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നമ്മുടെ ഹൃദയം കർത്താവിനും അവൻ്റെ സഭയ്ക്കുമായി വേകുന്നു. അതോ നാം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വസ്നേഹികളായി മാറിയിട്ടുണ്ട്? ഇതിൽ ഞാൻ ഇത്രയും നമ്മൾ കണ്ട ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, ക്ലിയറായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നെഹമ്യ ആരാണെന്ന് ഞാൻ അന്വേഷിക്കാൻ നോക്കി, നെഹമ്യാൻ്റെ പുസ്തകം വായിച്ചു. പക്ഷെ ഏറ്റവും എന്നെ ആശ്ചര്യപ്പെടുത്തിയ വിഷയം, നെഹമ്യ ആരാണെന്ന് പുസ്തകത്തിൽ നിന്ന് വായിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലായിരുന്നു. അതുമാത്രമല്ല, നെഹമ്യാവിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഇന്നാളുടെ മകനാണെന്ന് പറയുന്നു. ഏറ്റവും അവസാനത്തെ വാക്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് മാത്രം പറയുന്നു, ഞാൻ പാനപാത്രവാഹകനായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഒന്നും കാണുന്നേ ഇല്ല. ആക്ച്വലി പിന്നെ 2-ാം അധ്യായമൊക്കെ വായിച്ചപ്പോഴാണ് പുള്ളി ആരാവുന്ന പവറും ഇൻഫ്ലുവൻസും ഒക്കെ മനസ്സിലാകും. ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം നമ്മൾ പലരും ഒരു ബുക്കോ ലെറ്ററോ എഴുതുമ്പോൾ ആദ്യം നമ്മളെ പറ്റി ഒരു ഇത് എഴുതും, ഞാൻ ഇന്ന. ഇവിടെ ഒന്നും കാണുന്നില്ല. ആദ്യത്തെ അധ്യായത്തിലൊന്നുമില്ല. അവസാനത്തെ ഒരു ഫ്രേസ് പിന്നെ 2-ാമത്തെ അധ്യായം വായിച്ചപ്പോഴാണ് മനസ്സിലാകും. പിന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയതാണ്, അദ്ദേഹം ഇത്രയും പവർഫുള്ളായൊരു വ്യക്തിയായിട്ടും അത് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നമുക്ക് ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ തന്നെ പറയുന്നു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയി ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. ആ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്ന്. ഈ 1-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങളില്ല. എന്നാൽ നെഹമ്യാവിൻ്റെ സ്വന്തം പൊസിഷനെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ പവർ ഒന്നും പറയുന്നില്ല. ഞാൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ പിന്നെ അവസാനത്തെ വാക്യം 2-ാം അധ്യായം പഠിച്ച അദ്ദേഹത്തിനെ പറ്റി ലോകപ്രകാരം അദ്ദേഹം ആരാന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വേറൊരു ഭാഷയിൽ പറഞ്ഞ, നെഹമ്യാവിൻ്റെ ഹൃദയം ദൈവജനത്തിന് വേണ്ടിയും ദൈവ നഗരത്തിൻ്റെ അത്രയും വെന്തിരുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനോ അദ്ദേഹത്തിൻ്റെ പവറോ
അദ്ദേഹത്തിന് ആരാന്നുള്ള മറന്നുപോയെന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ എഴുതാമായി, ഞാൻ ഇന്നാരാണ്, ഞാൻ പാനപാത്രവാഹകനാണ്, ഞാൻ പോകുമ്പോൾ ഇത്രയാണ് വരും, ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എഴുതിയിട്ടുണ്ട്, യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ ഭാരം, ദൈവജനത്തിന് വേണ്ടിയും ദൈവനഗരത്തിന് വേണ്ടിയുള്ള ഭാരം ഇത്ര വലുതായിരുന്നു. ആ ഭാരത്തിനിടെ അദ്ദേഹം ആരാണെന്ന് തന്നെ അദ്ദേഹം മറന്നുപോയി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവജനത്തിന് വേണ്ടി ദൈവനഗരത്തിനുള്ള ഭാരം ഇത്രയും വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊസിഷനോ പവറോ എല്ലാം അദ്ദേഹം അതിൻ്റെ മുമ്പിൽ മറന്നുപോകുന്ന നമുക്ക് കാണാൻ സാധിക്കാം. പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെ പറയുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന്. ക്രിസ്തുയേശുവിനുള്ള പരിജ്ഞാന നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നാണ്. പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തെ പറ്റി പറയാം, ഗമാലിയേലിൻ്റെ അടിയിൽ ഞാൻ പഠിച്ചാണ്, ഞാൻ റോമൻ പൗരനാണ്, ഞാൻ പരീശനാണ്. നെഹമ്യാവിന് പറയാം, ഞാൻ രാജാവിൻ്റെ പാനപാത്രവാഹകനും അടുത്ത വ്യക്തിയും, ഞാനൊന്നിറങ്ങിയ എന്നെ അകമ്പടിയായിട്ട് എത്ര പേര് വരും അറിയാം. പക്ഷെ ഇതൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. ദൈവജനത്തിന് വേണ്ടി ദൈവനഗരത്തിനുള്ള നെഹമ്യാവിൻ്റെ ഭാരം ഇത്ര വരും. അതിനു മുമ്പിൽ താൻ ആരാണെന്ന് തന്നെ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം ഒന്നാമധ്യായത്തിൽ പറയുന്ന കാര്യം ഇതാണ്, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ഞാൻ ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. നാം അങ്ങനെ ആയിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം നാം നമ്മളെ തന്നെ ഒന്ന് പൊക്കാൻ വേണ്ടി, ഒരു നിലയും വിലയും കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നാരാണ് നാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര പഠിത്തമുള്ള വ്യക്തിയാണ്, ഞാൻ ഇന്ന ജോലിയുള്ള വ്യക്തിയാണ്, എനിക്ക് എൻ്റെ ഇടയിൽ ഇത്രയും പേർ, ഞാൻ ഇത്രയും നാളെ ഞാൻ വിദേശത്താണ്, ഇവിടുത്തെ സ്വദേശത്തെ ചെറിയ ജോലിയൊന്നുമില്ല, ഞാൻ വിദേശത്ത്. എത്രയോ പ്രാവശ്യം നാം നമ്മെ പറ്റി പറഞ്ഞൊരു നിലയും വിലയും കിട്ടാൻ നോക്കിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ഭാരത്താൽ നാം നമ്മെ തന്നെ മറന്നുപോയോ? ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനം നിമിത്തം ബാക്കി സകലവും നമുക്ക് ഛേദമായി നേടിയിട്ടുണ്ടോ? അതോ നാം നമ്മളെ തന്നെ നോക്കി, ഞാൻ ഇത്ര പഠിച്ച വ്യക്തിയാണ്, ഞാൻ ഇന്നാരാണ്, ഞാൻ ചുമ്മാ സാധാരണക്കാർ പറഞ്ഞ് തന്നെത്താൻ പൊക്കി നിലയും വിലയും കിട്ടാൻ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കിയതേ നെഹമ്യാവിന് ഒന്നാമത്തെ അദ്ദേഹത്തെ പറ്റി ഒരു വലിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പവറും ഇൻഫ്ലുവൻസും, അദ്ദേഹം പോകുമ്പോൾ ഇത്ര അകമ്പടിയായിട്ട് ആൾ വരും എന്നൊക്കെ പറയാൻ. പക്ഷെ അതൊന്നും കാണുന്നില്ല. കാണുന്ന ഒരു കാര്യമേ ഉള്ളൂ, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ഞാൻ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, ഓ പ്രൈസ് ദി ലോർഡ്, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു, ജൈവജനം കഷ്ടത്തിലായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ഞാൻ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, തൻ്റെ പവറും തൻ്റെ ഇൻഫ്ലുവൻസും എല്ലാം മറന്നുപോയി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുമാത്രമല്ല, നാം നേരത്തെ കണ്ടതുപോലെ ഞാൻ സേഫാണ്, ഈ സമയത്ത് എന്നെ സെക്യൂറായിട്ട് ഇവിടെ നിർത്തിയേ, ബാക്കിയുള്ളത് അവർ കഷ്ടത്തിലായി, അവരുടെ കുഴപ്പമായിരിക്കും, എന്നെ കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ച് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞില്ല. ഡെഫിനറ്റ്ലി അദ്ദേഹം കൽപ്പന അനുസരിച്ച് കാണും കർത്താവ് അദ്ദേഹം മാനിച്ച. പക്ഷെ അതിനൊന്നും അദ്ദേഹത്തിനുള്ള പ്രസക്തിയില്ല. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ ലോകപ്രകാരമുള്ള പവറോ ഇൻഫ്ലുവൻസോ ഒന്നും അദ്ദേഹം പ്രസാദമൊന്നും പറയുന്നില്ല. പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവജനം കഷ്ടത്തിലായിരിക്കുന്നു, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ഞാൻ കുറെ നാളും ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പറഞ്ഞത് എന്തെന്നാൽ, ഓ പ്രൈസ് ദി ലോർഡ്, ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും നമ്മുടെ ഹൃദയം വേകുന്നു.
ആ പരിജ്ഞാനം നിമിത്തം, ആ ഭാരം നിമിത്തം നാം ആരാണെന്ന് നാം മറന്നുപോയിട്ടുണ്ടോ? അതോ നമ്മളെപ്പോഴും എന്നെ അനുഗ്രഹിച്ച് എന്നെ മാനിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നല്ലതായിട്ട് നിന്നോണ്ട ബാക്കിയുള്ള നോക്കി വെറും സ്വസ്നേഹികളും സ്വന്തം കാര്യം നോക്കുന്നവരായി മാറിയിട്ടുണ്ടോ? അതോ എന്നെ തന്നെ വെക്കാൻ വേണ്ടി ഞാൻ ഇന്ന പഠിച്ചതാ, ഞാൻ സാധാ വ്യക്തിയാണെന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നുണ്ടോ? നെഹമ്യാവിനെ പോലെ കർത്താവിനും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ഭാരത്തിൽ നാം നമ്മെ തന്നെ മറന്നു പോകുന്നുണ്ടോ? അതോ വെറും സ്വസ്നേഹികളും സ്വന്തം കാര്യം നോക്കുന്നവരും മാത്രമായെന്നോ മാറിയിട്ടുണ്ടോ? നെഹമ്യാവിന് അങ്ങനെയാണെങ്കിൽ ഈസിയായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പവർ ഇൻഫ്ലുവൻസ് എല്ലാം പറഞ്ഞ് നിൽക്കാമെന്ന്. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഇന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മുടെ കൈ കാണത്തില്ല. യെരുശലേമിൻ്റെ മതിൽ പണിയാൻ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോൾ എന്നെ അനുഗ്രഹിച്ച് എന്നെ മാനിച്ച് എന്ന് പറയുമല്ല, അതോ തൻ്റെ പവറിനെ ഇൻഫ്ലുവൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യല്ല, പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. ദൈവജനം കഷ്ടത്തിലായിരിക്കുന്നു, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു. ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഞാൻ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ച് പറഞ്ഞതെന്നാൽ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും വേകുന്നു. അതോ വെറും സ്വന്തം കാര്യം നോക്കുന്ന സ്വസ്നേഹികളായി നാം മാറിയിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് ഇത് തന്നെയായിരുന്നു. അത് മാത്രമല്ല, കർത്താവിന് വേണ്ടി ക്രിസ്തുയേശുവിനുള്ള പരിജ്ഞാന നിമിത്തം കർത്താവിന് വേണ്ടി അവൻ്റെ സഭയ്ക്ക് വേണ്ട നാം നമ്മെ മറന്നു പോയിട്ടുണ്ടോ? അതോ എല്ലാ അവസരങ്ങളും ഞാൻ ഇന്നാരാ വിലയും കിട്ടാൻ നോക്കിയിട്ടുണ്ടോ? നെഹമ്യാ അങ്ങനെ ചെയ്യുന്ന അദ്ദേഹത്തിന് ഈസി ആയിട്ട് പറയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പവറും ഇൻഫ്ലുവൻസും അത്ര വലുതാണ്. പക്ഷെ ആ കർത്താവിന് ദൈവജനത്തിന് വേണ്ടി, ദൈവനഗരത്തിന് വേണ്ടിയുള്ള ഭാരത്തിന്മേൽ അതെല്ലാം അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്ലെസ്സിങ്സിനെ പറ്റി തന്നെ മറന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യവും, ദൈവജനം കഷ്ടത്തിലായിരിക്കുന്നു, യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, ഞാൻ ഇരുന്ന് കരഞ്ഞു. ഞാൻ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ച് പറഞ്ഞതെന്നാൽ ദൈവജനത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി അതുപോലൊരു ഭാരം നമുക്കുണ്ടോ? എത്രത്തോളം സഭ വളരുവാനുണ്ട്, എത്രത്തോളം പഴയ മഹത്വത്തിലോട്ട് സഭ വളരുവാനുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളോട്ടും എത്രത്തോളം ദൈവസഭ വളരുവാനുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഭാരം നമുക്കുണ്ടോ? അതോ നാം സ്വന്തം കാര്യം നോക്കി, സ്വന്തം അച്ചീവ്മെൻറ്റ്സ് നോക്കി ഇരിക്കുവാണോ? അങ്ങനെ നോക്കിയിരുന്ന നെഹമ്യാവിന് പറയാൻ 100 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞതായിട്ടേ കാണുന്നില്ല. അതിനൊരു പ്രസക്തിയും കാണും. ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു. നമുക്ക് ആ ഭാരമുണ്ടോ? ലോകം ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭ എണീക്കുന്നുണ്ടോ ലോകത്തിലെ ആൾക്കാരെ കർത്താവിനെ കാണിക്കാൻ? പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവിക കൃപാവരങ്ങളാലും രോഗസൗഖ്യത്താലും വിശ്വാസത്താലും അന്യഭാഷയുടെ വിവേചനത്താലും സമൃദ്ധിയായിരുന്ന സഭയിലോട്ട് പോകാൻ ഭാരം നമുക്കുണ്ടോ? അതോ നാം വെറും സ്വന്തം കാര്യങ്ങളും സ്വന്തം അച്ചീവ്മെൻറ്റ്സ് നോക്കുന്ന സ്വസ്നേഹികളായി മാറിയിട്ടുണ്ടോ? നെഹമ്യാവിനെ പോലെ നമുക്ക് പറയാമോ, ഞാൻ ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിൻ്റെ റെസ്പോൺസ് ഇതാണ്, ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ച് പറഞ്ഞെന്നാൽ നമുക്കും അതുപോലൊരു ഭാരം കർത്താവിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ തന്നെ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനം ക്രിയ ചെയ്തിരിക്കാൻ സ്തുതിക്കുന്നു. പലപ്പോഴും നാം വെറും സ്വസ്നേഹികളായി മാറിയേക്കുന്നപ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു. നെഹമ്യാവിന് അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് പറയാമായിരുന്നു, കാരണം അദ്ദേഹം അത്രയും പവർ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ്. പക്ഷെ ദൈവജനത്തിന് വേണ്ടി, ദൈവനഗരത്തിന് വേണ്ടിയുള്ള ഭാരം വളരെ വലുതായി. ഞങ്ങൾ അങ്ങേക്കായി ദാഹിക്കും. അങ്ങയുടെ സഭ ഉണരട്ടെ, അങ്ങയുടെ പ്രവൃത്തി ഒരിക്കൽ കാണട്ടെ. ഞങ്ങൾ വെറും സ്വസ്നേഹികളായിരിക്കാതെ അങ്ങയുടെ മുഖത്തോട്ട് നോക്കി അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റുമാറാണ് പ്രാർത്ഥിക്കുന്നു.
നെഹമ്യാവിനെ അങ്ങയുടെ ഹൃദയഭാരം അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി മാറട്ടെ. നെഹമ്യാവ് ഈസിയായിട്ട് എൻ്റെ കാര്യം സേഫായി എല്ലാം പറയാൻ, പക്ഷെ പറഞ്ഞ് ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചു പറഞ്ഞു, ഞങ്ങളൊപ്പ അങ്ങയുടെ മുഖത്തോട്ട് നോക്കുന്നു, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായിട്ട് ഈ ഭൂമിയിലെ വാസം തീർപ്പാൻ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പറഞ്ഞതെന്നാൽ അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി ഞങ്ങളെ മാറ്റുമാറാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങേക്കായി അങ്ങയുടെ സഭയ്ക്കായിട്ട് ഞങ്ങൾ വാഞ്ചിക്കട്ടെ. അങ്ങയുടെ പ്രവൃത്തി വരട്ടെ. എല്ലാം നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.